ഓക്കെ, നമുക്ക് ക്വസ്റ്റൻ നമ്പർ 12 കിടക്കാം. ഇത് ആക്ച്വലി നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് ചാപ്റ്റർ ക്വസ്റ്റൻ ആണ്. ഒന്ന് വായിച്ചു നോക്ക്. എന്താ? എഫ് ഓഫ് ആൽഫ ഡിനോട്ട് ദ ഏരിയ ഓഫ് ദ റീജിയൻ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് ബൗണ്ടഡ് ബൈ x equal to 0, x equal to 0, x equal to 1, y square equal to x, y equal to modulus of alpha x minus y minus modulus of 1 minus alpha x plus alpha x square. അല്ലെ, ഇവരൊക്കെ തമ്മിൽ ഉണ്ടാക്കുന്ന ഏരിയ ആണെന്ത്? എഫ് ഓഫ് ആൽഫ. അല്ലെ, എഫ് ഓഫ് ആൽഫ. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് 0 മൈനസ് എഫ് ഓഫ് 0 പ്ലസ് എഫ് ഓഫ് 1. അല്ലെ, എന്താ കണ്ടത്? മോഡുലസ് ഓഫ് എഫ് ഓഫ് 0 പ്ലസ് എഫ് 1 അല്ലേ കണ്ടത്? എഫ് ഓഫ് 0 പ്ലസ് എഫ് 1 ആണ്. അല്ലെ, എഫ് ഓഫ് 0 പ്ലസ് എഫ് 1 കാണെങ്കിൽ ആദ്യം എഫ് ഓഫ് 0 എഫ് 1 കാണണ്ടേ? അല്ലെ, ഈ എഫ് ഓഫ് 0 എഫ് ഓഫ് 1 കാണെങ്കിൽ ക്വസ്റ്റിൽ പറഞ്ഞതാണ് എഫ് ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ ഏരിയ അല്ലേ? എഫ് ഓഫ് ആൽഫ എന്താ? ഏരിയ. അല്ലെ, അപ്പൊ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് എന്താ? ആൽഫക്ക് 0 കൊടുക്കുമ്പോൾ ഏരിയ അല്ലേ? അല്ലെ, അവിടെ എഫ് ഓഫ് ആൽഫ എന്താണ്? എഫ് ഓഫ് ആൽഫ എന്ന് പറഞ്ഞാലേ ഈ കർവിന്റെ ഏരിയ ആണ്. അല്ലെ, അപ്പൊ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ആൽഫക്ക് 0 കൊടുക്കുമ്പോൾ ഏരിയ അല്ലേ? അല്ലെ, അപ്പൊ ആൽഫക്ക് 0 കൊടുക്കുമ്പോഴേ എന്താ റീജിയൻ വരിക? റീജിയൻ എന്താ വരിക? എക്സ് ഈക്വൽ 0 അതുപോലെ ഉണ്ട്, എക്സ് ഈക്വൽ 1 അതുപോലെ ഉണ്ട്, വൈ സ്ക്വയർ ഈക്വൽ എക്സും അതുപോലെ ഉണ്ട്, മറ്റെന്തിരാ? വൈ ഈക്വൽ ടു. അവിടെ എക്സ് ആൽഫക്ക് 0 കൊടുക്കുമ്പോഴേ ഇത് 0 അല്ലേ? അത് 0, ഇത് മോഡ് മൈനസ് ആൽഫ 5 അല്ലേ? മൈനസ് ഓഫ് അവിടെ ആൽഫക്ക് 0 കൊടുത്ത് ഇതും 0 ആയില്ലേ? അപ്പൊ ഇത് 1 അല്ലേ വരിക? അല്ലെ, ആൽഫ 0 ഇതും 0 ആയില്ലേ? ബാക്കി എന്താ? 5 മൈനസ് 1 4 അല്ലേ വരിക? സോ വൈ ഈക്വൽ എന്താണ്? 4. എങ്ങനെയാ? അവിടെ നമുക്ക് എഫ് ഓഫ് 0 അല്ലേ കണ്ടത്? എഫ് ഓഫ് ആൽഫ ഏരിയ ആണ്. അപ്പൊ എഫ് ഓഫ് 0 എന്താണ്? ഏരിയ ആണ്. പക്ഷെ ആൽഫക്ക് 0 കൊടുക്കുന്നത് മാത്രമാണ്. ആൽഫക്ക് 0 കൊടുത്താലേ ഇതെന്താവും? ഇത് 0 ആവും. അല്ലെ, അപ്പം മോളസ് മൈനസ് 5 എന്താ? 5. ഇത് 0 ആവും. അപ്പൊ മോളസ് 1 എന്താ? 1. ഇത് 0 ആവില്ലേ? അപ്പൊ എന്താ ചെയ്യുക? 5 മൈനസ് 1 4 അല്ലേ? സോ വൈ ഈക്വൽ 4 ആവും. അല്ലെ, അപ്പൊ ഇവ തമ്മിൽ ഉണ്ടാക്കുന്ന ഏരിയ ആണെന്ത്? എഫ് ഓഫ് 0. അല്ലെ, ഇനി എഫ് ഓഫ് 1 ആൽഫ 1 കൊടുത്താൽ മതി. അവ ഉണ്ടാക്കുന്ന ഏരിയ ആണ് എഫ് 1. അത് രണ്ടും ആഡ് ചെയ്യാൻ ചോദിച്ചത്. അല്ലെ, സോ എഫ് ഓഫ് 0 എന്താ? ഇവ തമ്മിൽ ഉണ്ടാക്കുന്ന ഏരിയ. അല്ലെ, അപ്പൊ അത് കാണാൻ വേണ്ടി എന്ത് ചെയ്യാണ്? ജസ്റ്റ് ഫിഗർ വരക്കണ്ട. ആദ്യം ഫിഗർ വരക്കാണ്. ആദ്യം ആരാ? എക്സ് ഈക്വൽ 0. എക്സ് ഈക്വൽ 0 എന്ന് പറയുമ്പോൾ വൈ ആക്സിസ് അല്ലേ? വൈ ആക്സിസ് ഇതാണ് ആദ്യം വരക്കുക. പിന്നെ ആരാ? എക്സ് ഈക്വൽ 1 അല്ലെ? അവിടെ ഇങ്ങനെയല്ലേ എക്സ് ഈക്വൽ 1 വരിക? ദിസ് ഈസ് എക്സ് ഈക്വൽ 1. പിന്നെ ആരാ? വൈ സ്ക്വയർ ഈക്വൽ എക്സ്. വൈ സ്ക്വയർ എക്സ് റൈറ്റ് വേർഡ് പരാബോള അല്ലേ? ഇതാണ് ആര്? വൈ സ്ക്വയർ ഈക്വൽ എക്സ്. വൈ സ്ക്വയർ ഈക്വൽ എക്സ്. അപ്പൊ ഈ പോയിന്റ് ആണോ? ഇവിടെ എക്സ് 1 അല്ലേ? ഇവിടെ എക്സ് ആരാ? 1 അല്ലെ? എക്സിന് 1 കൊടുത്ത വൈ എന്താ? വൈ സ്ക്വയർ 1 ആവൂലേ? സോ വൈ എന്താണ്? 1. ഓക്കെ, ദെൻ അപ്പൊ ഈ പോയിന്റ് 1,0 ആണ് അല്ലേ? ഈ പോയിന്റ് 1,0 ആണ്. ഈ പോയിന്റ് 0,0 ആണ്. അതായി. ഇനി ആരാ? വൈ ഈക്വൽ 4 അല്ലെ? അവിടെ വൈ ഈക്വൽ 4 എന്ന് പറയുമ്പോഴേ ഇങ്ങനല്ലേ വൈ ഈക്വൽ 4 ദിസ് ഇസ് വൈ ഈക്വൽ 4. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവരൊക്കെ ഉണ്ടാക്കുന്ന ഏരിയ എന്താ? എടാ വൈ ഈക്വൽ 4 വേണം അല്ലെ? വൈ എക്സ് ഈക്വൽ 0 വേണം, എക്സ് ഈക്വൽ ടു 1 വേണം അല്ലെ? ഈ കാണുന്ന പരാബോള വേണം, ഈ കാണുന്ന ലൈൻ വേണം അല്ലെ? അവരൊക്കെ ഉണ്ടാക്കുന്ന ഏരിയ ഈ ഏരിയ അല്ലേ? അല്ലെ, അപ്പൊ ചുരുക്കി പറഞ്ഞാലേ എനിക്ക് കാണേണ്ട ഏരിയ എന്താ? ഈ ഏരിയ കണ്ടത്. ഈ ഏരിയ ഉണ്ട് അല്ലെ? ആ ഏരിയ എങ്ങനെയാണ്? ഇത് ശരിക്കും ആ ഏരിയ ആണെങ്കിലേ ഇന്റഗ്രേഷൻ വേണ്ടി അപ്ലൈ ചെയ്യാം. ആ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ പറയാം. എങ്ങനെയാ? എടാ ആ ഏരിയ ആണെങ്കിലേ ഈ കാണുന്ന ഏരിയയിൽ നിന്ന് ഈ കാണുന്ന പാരാബോളിന്റെ ഏരിയ കുറച്ചാ പോരെ അല്ലെ? ഞാനേ ഏരിയ ഓഫ് റെക്ടാങ്കിൾ കണ്ടു. ഏരിയ ഓഫ് റെക്ടാങ്കിൾ അല്ലെ? ആ ഏരിയ ഓഫ് റെക്ടാങ്കിളിന് ഇത് ഞാൻ ഏരിയ ഓഫ് പരാബോള കണ്ടിട്ടോ അല്ലെ? ആ ഏരിയ ഓഫ് റെക്ടാങ്കിളിന് ഏരിയ ഓഫ് പരാബോള കുറച്ചാ പോരെ? ആ പരാബോള മൊത്തം ഏരിയ അല്ല കേട്ടോ, ഇതാണ് ഏരിയ ഓഫ് റെക്ടാങ്കിൾ അല്ലെ? ആ ഏരിയ ഓഫ് റെക്ടാങ്കിളിൽ നിന്ന് ഈ കാണുന്ന ഏരിയ കുറച്ചാൽ മതി, നമുക്ക് വേണ്ട ഏരിയ കിട്ടും അല്ലെ? ആ ഏരിയ ആണ് എഫ് ഓഫ് 0 അല്ലെ? എന്താ ഏരിയ ഓഫ് റെക്ടാങ്കിൾ? എടാ ഈ ലെങ്ത് 1 അല്ലേ? ഈ ഹൈറ്റ് 4 അല്ലേ? കാരണം ഇത് വൈ ഈക്വൽ 4 അല്ലേ? അപ്പൊ ഈ ഹൈറ്റ് എന്താ? 4 അല്ലെ? അപ്പൊ ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്താ? 1 × 4 അല്ലേ? 4. ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് അല്ലേ വരിക? സോ 1 × 4 എന്താ? 4 അല്ലെ? സോ ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്താണ്? 4. ഇനി എന്താ ഏരിയ ഓഫ് പരാബോള? ഈ പരാബോളിന്റെ ഏരിയ എന്താ? ഈ ഏരിയ ആണ് നമ്മൾ പഠിച്ചത്. ഈസി മെത്തേഡ് പഠിച്ചല്ലേ? ഷോർട്ട് കട്ട് മെത്തേഡ് പഠിച്ചല്ലേ? എങ്ങനെയാ? എടാ ഇങ്ങനെ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ കാണാം അല്ലെ? ആ റെക്ടാങ്കിളിന്റെ ഏരിയന്റെ 2/3 ടൈംസ് അല്ലേ ഇതിന്റെ ഏരിയ വരിക അല്ലെ? നമ്മൾ പഠിച്ചല്ലേ അല്ലെ? നമ്മൾ ഷോർട്ട് കട്ട് പറഞ്ഞാണ് അല്ലെ? ഇങ്ങനെയുള്ള പരാബോളിന്റെ ഏരിയ കാണെങ്കിൽ ഇങ്ങനെയുള്ള റെക്ടാങ്കിളിന്റെ ഏരിയ കാണാം അല്ലെ? ആ റെക്ടാങ്കിളിന്റെ ഏരിയന്റെ 2/3 ടൈംസ് ആയിരിക്കും ഇതിന്റെ ഏരിയ വരിക അല്ലെ? അപ്പൊ എന്താ വരിക? ഈ റെക്ടാങ്കിൾ ഏരിയ ആണ് അല്ലെ? എന്താ റെക്ടാങ്കിൾ ഏരിയ? ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് ഇത് 1 അല്ലേ?
അവിടെ ഇത് 1 അല്ലേ, അത് 1,1 അല്ലേ, അപ്പൊ ഇത് 1 ആ. സോ 1 × 1 എന്താ 1 ആണ്. അപ്പൊ ഏരിയ റെക്ടാങ്കിൾ എന്താണ് 1 അല്ലെ, ആ റെക്ടാങ്കിൾ ഏരിയ 1 ആണ്. അതിന് 2/3 ടൈംസ് അല്ലേ വരിക, 2/3 × 1. അപ്പൊ ചുരുക്കി പറഞ്ഞത് എന്തായി, 4 - 2/3 ആയി അല്ലെ. ഇതാരാ 12 - 2 10/3 അല്ലേ അല്ലെ. ചെയ്ത കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വിചാരിക്കുന്നത് ഒന്നുമില്ല. ഞാൻ ആദ്യം ഈ റെക്ടാങ്കിൾ ഏരിയ കണ്ടു അല്ലെ, ആ റെക്ടാങ്കിൾ ഏരിയന്ന് ഈ പരാബോളിന്റെ ഏരിയ കുറക്കുക ചെയ്യുന്നത് അല്ലെ. എന്താ ഈ റെക്ടാങ്കിൾ ഏരിയ, ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് 1 ബ്രെഡ്ത്ത് 4 ആ. സോ 1 × 4 4 ആണ് അല്ലെ. ഇനി അതിന് ആരെ കുറക്കണം, ഈ പരാബോളിന്റെ ഏരിയ കുറക്കാം അല്ലെ. എന്താ പരാബോളിന്റെ ഏരിയ, അവിടെ പരാബോളിന്റെ ഏരിയ ആണല്ലോ ഈസി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയാ, ഇവിടെ നിന്ന് ഈ കാണുന്ന റെക്ടാങ്കിൾ കംപ്ലീറ്റ് ആക്കുക അല്ലെ. ആ റെക്ടാങ്കിളിന്റെ ഏരിയനെ 2/3 ടൈംസ് വരിക അല്ലെ. ഇതിന്റെ ഏത് 1 ഇത് 1 അല്ലേ, അപ്പൊ ആ ഏരിയ 1 ആണ് അല്ലെ. സോ 1 × 2/3 ടൈംസ് 2/3 1 2/3 അല്ലേ വരിക, അപ്പൊ കിട്ടി അല്ലെ. സോ ടോട്ടൽ 4 - 2/3 10/3 ആണ് അല്ലെ. ഇതല്ലേ FO0, ഇതല്ലേ FO0. അപ്പൊ FO0 എന്താണ് 2/3 ആണ്, അത് കിട്ടി അല്ലെ. പക്ഷെ FO0 മാത്രം കണ്ടപ്പോൾ F1 കണ്ടേ, അവിടെ അവസാനം കണ്ട FO0 + F1 ആ അല്ലെ. അപ്പൊ ഇനി എന്ത് കാണണം, F1 കാണും, F1 കാണും അല്ലെ. അവിടെ F1 കാണുമെങ്കിൽ ആൽഫക്ക് 1 കൊടുക്കണ്ടേ, കാരണം F(α) ഏരിയ. അപ്പൊ F1 ആണ്, ആൽഫക്ക് 1 കൊടുക്കാം അല്ലെ. ആൽഫക്ക് 1 കൊടുത്താലേ എന്തൊക്കെ വരിക, ആൽഫ 1 കൊടുക്കുക, X 0 തന്നെയാ, X എന്താ 0, X വേറെ 1 ഉണ്ട് അല്ലെ, X1 വേറെ ഉണ്ട്. പിന്നെയോ y² X ഉണ്ട് അല്ലെ. എന്നാൽ ആൽഫക്ക് 1 കൊടുത്താലേ ഈ ഇക്വേഷൻ എന്താവും, ഈ ഇക്വേഷൻ എന്താവും, ആൽഫ 1 ആ, ഇത് mod x - 5 ആവില്ലേ, y എന്താ mod x - 5 അല്ലെ. എങ്ങനെ ആൽഫ 1 ആയില്ലേ, ആൽഫ 1 ആ, ഇത് 1 ആയി, അപ്പൊ mod 1 - x ആവില്ലേ, -mod 1 - x. പിന്നെയോ ആൽഫ 1 ആ, ഇത് ആൽഫ x² 1x² ആവില്ലേ, ഇതല്ലേ വരിക, ഇതല്ലേ വരിക. അപ്പൊ ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വരിക, ഞാൻ ഗ്രാഫ് വരയ്ക്കാൻ പോണേ. ആദ്യം ആരാ, x = 0, നമ്മൾ y ആക്സിസ് അല്ലേ, അതേ വരച്ചു, x = 0 is y ആക്സിസ്. പിന്നെ ആരാ, x = 1, ഇതല്ലേ x = 1 വരാ, x = 1. പിന്നെ ആരാ, y² = x, അവിടെ y² = x ആകുമ്പോ റൈറ്റ് വേർഡ് പരാബോള അല്ലേ, ഇതാണ് ആര്, y² = x. അത്രയും ഓക്കെ അല്ലെ. ഇനി ആര് ഗ്രാഫ് വരക്കാം, അല്ലെ ഇതിന്റെ ഗ്രാഫ് അല്ലേ വരക്കേണ്ടത് അല്ലെ. അതിന്റെ ഗ്രാഫ് എവിടെ വരക്കുന്നത്, അല്ലെ ഇതിന്റെ ഇടയിൽ മതി അല്ലെ. 0-ന്റെ 1-ന്റെ ഇടയിൽ മാത്രം മതി എനിക്ക് അല്ലെ. 0-ന്റെ 1 കേസിൽ നമുക്ക് ആര് ഗ്രാഫ് വരക്കണം, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണേ. ആര് ഗ്രാഫ് വരക്കാം, y = mod x - 5 മൈനസ് മോഡുലസ് ഓഫ് 1 - x പ്ലസ് x². ഇതിന്റെ ഗ്രാഫ് അല്ലേ വരക്കണത് അല്ലെ. അവിടെ മോഡുലസിന്റെ സ്പ്ലിറ്റ് നമ്മൾ പഠിച്ചല്ലേ അല്ലെ. അപ്പൊ മോഡുലസിന്റെ മോഡുലസ് വന്നാലേ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, മോഡുലസ് വന്നാൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യണം അല്ലെ. അവിടെ mod x - 5ക്ക് 2 വാല്യൂ ഉണ്ട്, ഏതൊക്കെയാ, +x - 5 ഉണ്ട്, -x - 5 ഉണ്ട് അല്ലെ. അതേപോലെ mod 1 - x 2 വാല്യൂ ഉണ്ട്, അവിടെ mod 1 - x 2 വാല്യൂ ഉണ്ട്, ഏതൊക്കെയാ, +1 - x ഉണ്ട്, -1 - x ഉണ്ട് അല്ലെ. ഇതിൽ ഏത് എടുക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാം അല്ലെ. അതെങ്ങനെ തീരുമാനിക്കാം, അവിടെ എനിക്ക് വേണ്ടത് 0-ന്റെ 1-ന്റെ ഇടയിലല്ലേ, 0-ന്റെ 1-ന്റെ ഇടയിൽ നമുക്ക് വേണ്ടത്. അവിടെ ഗ്രാഫ് എവിടെ മതി, 0-ന്റെ 1-ന്റെ ഇടയിൽ മതി അല്ലെ. 0-ന്റെ 1-ന്റെ ഇടയിൽ നമ്പർ പറ 1/2 അല്ലേ അല്ലെ. ആ 1/2 കൊടുത്താലേ, ആ 1/2 ഇവിടെ കൊടുത്താൽ 1/2 - 5 നെഗറ്റീവ് വരിക അല്ലെ. സോ mod x - 5 നെഗറ്റീവ് ആയി എടുക്കണം, എന്താ 5 - 6. കാര്യം മനസ്സിലായി എല്ലാവർക്കും. എന്താണ് അവിടെ മോഡുലസിന്റെ ഇങ്ങനെ ഒരാളെ ഗ്രാഫ് വരയ്ക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെന്തുകൊണ്ടാ, ആ മോഡുലസ് ഉണ്ടായതുകൊണ്ടാ. ആ മോഡുലസ് ഉണ്ടായത് കൊണ്ട് മാത്രം ബുദ്ധിമുട്ടായത്, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല അല്ലെ. ആ മോഡുലസ് വരുമ്പോൾ എന്ത് ചെയ്യണം, മോഡുലസിനെ സ്പ്ലിറ്റ് ചെയ്യണം അല്ലെ. അവിടെ മോഡുലസിന് 2 വാല്യൂ ഉണ്ട്, ചിലപ്പോൾ പ്ലസ് ആവാം, ചിലപ്പോൾ മൈനസ് ആവാം അല്ലെ. അവിടെ നമ്മുടെ റീജിയന്റെ ഉള്ളിൽ പ്ലസ് ആണോ മൈനസ് ആണോ എങ്ങനെ തിരിച്ചറിയാം. എന്റെ റീജിയൻ എന്താ, 0-ന്റെയും 1-ന്റെയും ഇടയിലാണ് ഞാൻ ഗ്രാഫ് വരയ്ക്കുന്നത്. 0-ന്റെയും 1-ന്റെയും ഇടയിലാണ് ഗ്രാഫ് വരയ്ക്കുന്നത് അല്ലെ. 0-ന്റെയും 1-ന്റെയും ഇടയിൽ ഗ്രാഫ് വരയ്ക്കുമ്പോഴേ 0-ന്റെയും 1-ന്റെയും ഇടയിലാണ് വേണ്ടത് അല്ലെ. അപ്പൊ 0-ന്റെയും 1-ന്റെയും ഇടയിൽ ഒരു എക്സാമ്പിൾ 1/2 കൊടുത്തു അല്ലെ. 0-ന്റെയും 1-ന്റെയും ഇടയിൽ നമ്പർ 1/2 അല്ലേ. ആ 1/2 ഇവിടെ കൊടുത്താലേ 1/2 - 5 നെഗറ്റീവ് അല്ലേ. സോ mod x - 5 അവിടെ നെഗറ്റീവ് വരിക. സോ നെഗറ്റീവ് x - 5 എന്താ, 5 - 6 അല്ലെ. ഇനി മൈനസ് ഓഫ്, എടാ ഇവിടെ കൊടുത്താലോ 1 - x അല്ലേ അല്ലെ. ആ 1 - x ഞാൻ എക്സിന് വാല്യൂ 1/2 അല്ലടാ. 0-ന്റെ 1/1-ന്റെ ഇടയിൽ 1/2 അല്ലേ. ആ 1/2 കൊടുത്താലേ 1 - 1/2 പ്ലസ് അല്ല വരിക. സോ പ്ലസ് വാല്യൂ എടുക്കുക, +1 - x എടുക്കുക. അഥവാ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് വാല്യൂ എടുക്കണമായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ്.
പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ട് അല്ലേ. അപ്പം എന്താവും 5 മൈനസ് എക്സ്, ഇത് ഓപ്പൺ ആക്കിയാൽ -1, ഇത് ഓപ്പൺ ആക്കിയാൽ പ്ലസ് എക്സ് സ്ക്വയർ ആവൂലേ, ഇത് രണ്ടും കട്ടായി. അപ്പം എന്താ വരിക, എക്സ് സ്ക്വയർ ഉണ്ട്, 5 - 1 4 അല്ലേ. സോ വൈ ആരവിടെ എക്സ് സ്ക്വയർ പ്ലസ് 4 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം വൈ ഈക്വൽ എക്സ് സ്ക്വയർ ഇതല്ലേ വൈ ഈക്വൽ എക്സ് സ്ക്വയർ അല്ലേ. സോ വൈ ഈക്വൽ എക്സ് സ്ക്വയർ പ്ലസ് 4 എന്താ, +4 മുകളിലോട്ട് മൂവ് ചെയ്യല്ലേ. അപ്പൊ ഇതല്ലേ വൈ ഈക്വൽ എക്സ് സ്ക്വയർ പ്ലസ് 4 വരിക, ഇങ്ങനെയല്ലേ വൈ ഈക്വൽ എക്സ് സ്ക്വയർ പ്ലസ് 4 വരിക. മിനിറ്റ്, ഇങ്ങനെയല്ലേ വൈ ഈക്വൽ എക്സ് സ്ക്വയർ പ്ലസ് 4 ഈ പോയിന്റ് 0,4 അല്ലേ വരിക. വൈ ഈക്വൽ എക്സ് സ്ക്വയർ പ്ലസ് 4 മുകളിലോട്ട് മൂവ് ചെയ്തു അല്ലെ. ആ +4 മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോഴേ ഇതല്ലേ വൈ ഈക്വൽ എക്സ് സ്ക്വയർ പ്ലസ് 4 വരിക അല്ലെ. അങ്ങനെയെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 4 വേണം, എക്സ് ഈക്വൽ 0 വേണം, എക്സ് ഈക്വൽ 1 വേണം, വൈ സ്ക്വയർ എക്സ് വേണം അല്ലെ. അങ്ങനെ ഉണ്ടാകുന്ന ഏരിയ ഏതാ, ഇതല്ലേ ഏരിയ. ആ ഏരിയ കാണുന്നത് ചെയ്യാ, ആ ഏരിയ കാണണമെങ്കിലേ എടാ ഈ കാണുന്ന പരാബോളിന്റെ താഴത്തുള്ള ഏരിയ കണ്ടിട്ടേ ആ ഏരിയയിൽ നിന്ന് ഈ കാണുന്ന പരാബോളിന്റെ ഏരിയ കുറച്ചാൽ പോരെ അല്ലെ. എടാ ഈ പരാബോളിന്റെ ഏരിയ എനിക്ക് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്താ 2/3 അല്ലായിരുന്നു, ആ ഏരിയ എന്തായിരുന്നു ഇവിടെ 2/3 ആയിരുന്നു അല്ലെ. എടാ ഈ കാണുന്ന ഉള്ളത്തെ ഇതിന്റെ ഏരിയ എന്താ, ഇതിന്റെ ഏരിയ 2/3 ആ. അങ്ങനെയെങ്കിലേ ഇപ്പം മാർക്ക് ചെയ്ത ഏരിയ ആണെങ്കിലേ ഇതിന്റെ താഴോട്ടുള്ള ഏരിയ ആണ് അല്ലെ. ആ താഴോട്ടുള്ള ഏരിയന്ന് എടാ നോക്കണേ, ഇതിന്റെ താഴോട്ടുള്ള ഏരിയ കാണുക അല്ലെ. ആ താഴോട്ടുള്ള ഏരിയന്ന് ഈ കാണുന്ന പരാബോളിന്റെ ഏരിയ 2/3 കുറച്ചാൽ പോലെ അല്ലെ. അപ്പൊ ഞാൻ ആദ്യം ഇതിന്റെ താഴോട്ടുള്ള ഏരിയ കാണുമ്പോൾ കേട്ടോ, അതെന്താണ് ഇന്റഗ്രൽ ഓഫ് എന്താ വരിക, ഇന്റഗ്രൽ ഓഫ് 0 മുതൽ 1 വരെ അല്ലെ. എടാ ഇതിന്റെ താഴോട്ടുള്ള ഏരിയ അല്ലേ കാണുന്നത്, ഇവിടെ 0യും ഇവിടെ 1 അല്ലേ, ഇവിടെ x1 അല്ലേ. അപ്പൊ 0 മുതൽ 1 വരെ y dx അല്ലേ. y ആരാ, ഇതാരാ x² + 3 അല്ലടാ. സോ x² + 4 അല്ലേ. സോ x² + 4 dx. അപ്പൊ ഇതിന്റെ x² എന്താ, x³ / 3 അല്ലെ. ഇന്റഗ്രൽ 4 എന്താ 4x, 0 to 1 അല്ലേ അല്ലെ. അപ്പർ ലിമിറ്റ് കൊടുക്കുക, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1³ / 3 1/3 ആവില്ലേ. +4 × 1 4 വരിക. ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, ലോവർ ലിമിറ്റ് കൊടുത്താൽ എല്ലാ ടേമും 0 ആയി പോകും. ഇതാരെ വരിക 12 + 1 13/3 അല്ലേ വരിക, 13/3 അല്ലെ. ആ 13/3 ആരെ കുറക്കണം, 13/3 ആണ് ഈ ടോട്ടൽ താഴോട്ടുള്ള ഏരിയ അല്ലെ. ആ താഴോട്ടുള്ള ഏരിയ 2/3 കുറക്കണ്ടേ, ഈ ഏരിയ കുറക്കണ്ടേ, 2/3 കുറക്കാം. അപ്പൊ എന്താ വരിക 11/3 അല്ലേ വരിക. അപ്പൊ 11/3 ആണിത് f1 അല്ലെ. f0 നേരത്തെ എന്താ കിട്ടിയത്, f0 എന്താ കിട്ടിയത് 2/3 ആ. f0 ആരാ അല്ലെ. അവിടെ കാണാൻ പറഞ്ഞ ആരെയാ, f0 + f1 അല്ലേ. കാണാൻ പറഞ്ഞ ആരെയാ, f0 + f1. അവിടെ f0 2/3 ആണോ, 10/3 അല്ലേ f0, 10/3 അല്ലേ f0. എവിടെ എഴുതിയോ 10/3 ആണ് f0, 10/3 ആണ് അല്ലെ. 10/3 നമുക്ക് കിട്ടിയത് അല്ലെ. സോ 10/3 ആണ് f0, 10/3. So f0 10/3, f1 11/3, 10/3 + 11/3 20/3 അല്ലേ, 21/3 അല്ലേ, അത്രയാ 7. സോ ആൻസർ ഈസ് 7. എങ്ങനെ കുറച്ച് ലെങ്തി ആണ് ഇപ്പോൾ ഓപ്ഷൻ 3 ആൻസർ. പക്ഷെ കാര്യം നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് അല്ലെ. അറിയാത്ത ഒരു കാര്യം ഇവിടെ യൂസ് ചെയ്തില്ല, പക്ഷെ 2 പ്രാവശ്യം ഏരിയ കാണുന്നത് മാത്രമാണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണെ.